സർവീസ് മാറ്ററിൽ വളരെ ഗൗരവമായൊരു വിഷയം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സുപ്രീം കോടതിയുടെ മനോഹരമായ ഒരു വിധി വന്നിട്ടുണ്ട്. 30 വർഷത്തോളം താൽക്കാലികമായി ജോലി ചെയ്ത, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയുടെ ഭാര്യ, ഒരു വനിത, വിധവയായിട്ടുള്ള വനിത, ഭർത്താവ് മരിച്ചുപോയി, അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അവർ ഭർത്താവിൻ്റെ 30 വർഷം ജോലി ചെയ്തത് കൊണ്ട് തന്നെ പെൻഷൻ കിട്ടുമോ എന്ന് അപേക്ഷിച്ചപ്പോൾ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഭർത്താവ് എന്നുള്ള നിലയിൽ പെൻഷൻ കൊടുത്തില്ല. അവർ അത് അവിടുത്തെ ബീഹാറിലെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ആ കേസിൽ വിധി നെഗറ്റീവായി വന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് കേസ് കൊടുത്തു. അതും അവർക്ക് അനുകൂലമായില്ല. അവർ അങ്ങനെ നേരെ സുപ്രീം കോടതി പോയി. ഒരു വിധവയാണ്, ആലോചിച്ച് നോക്കണം, ഒരു അമ്മയാണ്. അപ്പോൾ അവർ കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് 3 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് വിധി പറഞ്ഞു. അത് കൃത്യമായി താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻ കൊടുക്കണം. ഇത് വളരെ വലിയ വിധിയെന്ന് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ഓഫീസുകളിൽ, ചില ഓഫീസുകളിൽ 1 വർഷം 2 വർഷമൊക്കെ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ 20 വർഷം 30 വർഷമൊക്കെ താൽക്കാലികമായി ജോലി ചെയ്തതിന് ശേഷം ഒരു പെൻഷനും കിട്ടാതെ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമാണ്, പ്രയാസമാണ്. ഈ രാജ്യത്തെ പ്രോജക്റ്റുകളിൽ, ഒരുപാട് പ്രോജക്റ്റുകളിൽ ഈ വിഷയമുണ്ട്, ഇതേ വിഷയമുണ്ട്. അതുപോലെ തന്നെ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ, അറ്റൻഡർമാർ, പിയൂണന്മാർ, ഓഫീസ് അസിസ്റ്റൻറ്റുമാർ, എക്സ്ട്രാ ED എന്ന് പറഞ്ഞ് പോസ്റ്റൽ തപാൽ വകുപ്പിൽ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ സേവനവും അവരുടെ ജീവിതവും സർക്കാരിനും പൊതുസമൂഹത്തിനും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ വയസ്സായി 30 വർഷം, ഇപ്പോൾ ഈ കേസ് തന്നെ 30 വർഷം കഴിഞ്ഞ് ഒരാൾ ഇറങ്ങുമ്പോൾ, 30 വർഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. ആ 30 വർഷം അത് നാമമാത്രമായ തുകയായിരിക്കും കിട്ടിയത്. താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള നിലയിൽ 30 വർഷം മുമ്പേ തുടങ്ങിയത് ചെറിയ പൈസയിലായിരിക്കും. അങ്ങനെ ചെറിയ പൈസയിൽ തുടങ്ങി ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടിക്കാണും കൂടുതലായി. അങ്ങനെ ഒരു കുടുംബം തന്നെ പോകുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു വലിയ സാമ്പത്തിക ബാധ്യത വരും അവർക്ക് കൂടി കൊടുത്താൽ. അപ്പോൾ കോടതി പറഞ്ഞു സാമ്പത്തിക ബാധ്യതയൊന്നും ഇവിടെ വന്ന് പറയണ്ട, ഇവിടെ പറയേണ്ടത് നിയമമാണ്. സാമ്പത്തിക ബാധ്യത നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ നിയമമാണ് നമ്മൾ നോക്കുന്നത്. നിയമം നോക്കുമ്പോൾ വളരെ കൃത്യമായി താൽക്കാലികമാണോ സ്ഥിരമാണോ എന്ന് നോക്കിയിട്ടല്ല ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്. താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻ അർഹതയുണ്ട്, ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുള്ള വിധി വന്നിട്ടുണ്ട്. ഇനി അത് ബീഹാർ ഗവൺമെൻറ്റിന് മാത്രമാണോ ബാധകമായി വരിക? അതിന് സുപ്രീം കോടതി ആണെങ്കിലും ബീഹാറിൽ നിന്ന് പോയ കേസായതുകൊണ്ട് അത് രാജ്യത്താകമാനം ബാധകമായി വരുമോ? ഇനി അഥവാ ബീഹാറിലെ ഗവൺമെൻറ് മാത്രമാണ് നടപ്പിൽ, അതോ ഈ പർട്ടിക്കുലർ വനിതയ്ക്ക് മാത്രം, ആ അമ്മയ്ക്ക് മാത്രമായിട്ട് ചെയ്തു കൊടുക്കുമോ? അങ്ങനെ ചെയ്താലും, ഇനി ബീഹാറിൽ മാത്രമാണ് ഈ നിയമം വന്നാലും, രാജ്യത്ത് 100 കണക്കിന് കേസുകൾ ഇനി സുപ്രീം കോടതിയിൽ ഇതിൻ്റെ പേരിൽ പോകാൻ സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കേസുമായി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ദേശീയ വിധിയായി തന്നെ വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്, ചരിത്രപരമായ വിധിയാണ്. താൽക്കാലിക ജീവനക്കാർക്ക് കൂടി പെൻഷൻ കൊടുക്കണമെന്നുള്ളത് കേരളത്തിലെ ഒരുപാട് ജോലികളിൽ, ഒരുപാട് സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു മിനിമം പെൻഷൻ കൊടുക്കുന്ന സ്കീം കൃത്യമായി ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. മനോഹരമായ തീരുമാനമാണ് അത്. നല്ല രസകരമായൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. മനുഷ്യപ്പറ്റുള്ള ഓരോ ഈ ജോലി ചെയ്യുന്നവരോട്, കാരണം ജോലി ചെയ്യുന്നത് സ്ഥിരമാവും താൽക്കാലികമാവുന്നതൊക്കെ അവരുടെ കുറ്റമല്ല. മാത്രമല്ല ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം കരാർ അടിസ്ഥാനമാണ് കൂടുതലും. ഇപ്പോൾ NRHM, NHM ഇതെല്ലാം കരാറാണ്. കുടുംബശ്രീ, പിന്നെ അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ പ്രൊജക്റ്റുകൾ, ADBയുടെ പ്രൊജക്റ്റുകൾ, നബാർഡിൻ്റെ പ്രോജക്റ്റുകൾ, യൂണിസെഫിൻ്റെ പ്രോജക്റ്റുകൾ, അങ്ങനെ പ്രോജക്റ്റുകളെല്ലാം കരാറാണ്. ദീർഘകാലം 10 വർഷം 20 വർഷം കരാർ ഉദ്യോഗസ്ഥരായിട്ട് നിന്നിട്ട് ഒരു പൈസയും ഇല്ലാതെ അവർ ഇറങ്ങിപ്പോകുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് വെൽ ആൻഡ് ഗുഡ്. അത് സുപ്രീം കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അങ്ങനെ മനുഷ്യപ്പറ്റുള്ള ഒരു ജൈവാംശമുള്ള ഒരു വിധി കൂടി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും താൽക്കാലിക ജീവനക്കാർക്ക് സന്തോഷിക്കാം. പൊതു ജീവനക്കാരുടെ പൈസയൊന്നും എടുത്തല്ലല്ലോ കൊടുക്കുന്നത്, സ്ഥിരം ജീവനക്കാരുടെ പണമൊന്നുമല്ലല്ലോ, ഖജനാവിലെ പണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നു. അപ്പോൾ സർവീസ് കൊടുത്തിട്ടുള്ള നാടിനും നാട്ടാർക്കും സമൂഹത്തിനും
സർക്കാരിനുമൊക്കെ സർവീസ് തന്നിട്ടുള്ള താൽക്കാലിക ജീവനക്കാർക്കും കൂടി ഇത് കൊടുക്കുന്നു. അത് കൊടുക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമാണത് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടുക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഇനി അത് രാജ്യം മുഴുക്ക വ്യാപിപ്പിക്കുമോ എന്ന് മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. അങ്ങനെ വ്യാപിപ്പിക്കാൻ ഇനിയും കേസുകൾ ഉണ്ടാകാതെ രാജ്യത്തെ മുഴുവൻ താൽക്കാലിക ജീവനക്കാർക്കും മുൻകാല പ്രാബല്യത്തോടെ വിത്ത് റെട്രോസ്പെക്റ്റീവ് അവ, കാരണം ഇവരിപ്പോൾ 30 വർഷം കഴിഞ്ഞില്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 30 വർഷത്തിന് മുമ്പുള്ളത് വെച്ച് അവർക്ക് കൊടുക്കണമല്ലോ. അതുകൊണ്ട് വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിനുള്ളിൽ തന്നെ എല്ലാവർക്കും കൊടുക്കുമെന്നും അങ്ങനെ കൊടുക്കണമെന്നും നമുക്ക് കരുതാം.